ഇത് വല്ലാത്തൊരു സർക്കസാണ്. സൈറൻ കേട്ടു തുടങ്ങിയാൽ അങ്കലാപ്പാണ്. തിരക്ക് പിടിച്ച് ഓടുന്നവരെ പിടിച്ചു നിർത്തണം. പലപ്പോഴും പലരും ഇതുപോലെ കുടുങ്ങും. തിരക്കുള്ള ഇടങ്ങളിലെ ഗേറ്റ് കീപ്പർമാരുടെ മാനസികാവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. എന്തായാലും തിരക്ക് പിടിച്ചോടുന്ന ഈ വാഹനങ്ങൾക്കിടയിൽ ഗേറ്റ് അടയ്ക്കുക എന്നത് സാഹസികം പിടിച്ച പരിപാടിയാണ്. കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ കൂട്ടിക്കടയിലെ ഈ പ്രദേശത്ത് അപകടം എങ്ങനെ ഒഴിവായെന്ന് മനസ്സിലാകും. കൂട്ടിക്കട ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 4 റോഡിൻ്റെ സംഗമ സ്ഥലമാണ്. അവർ ഗേറ്റ് തുറക്കുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 4 റോഡിലോട്ട് പോകാനായിട്ട് വരും. അപ്പോഴത്തേക്കായിരിക്കും അടുത്ത ട്രെയിനിൻ്റെ സിഗ്നൽ വരുന്നത്. 2 ദിവസം മുമ്പാണ് ഇവിടെ ഈ സംഭവം നടന്നത്. ഗേറ്റ് അടയ്ക്കാതിരുന്നപ്പോഴത്തേക്ക് ട്രെയിൻ വന്നതുകൊണ്ട് ഇവിടുന്ന് മീറ്ററോളം അകലത്തിലാണ് ട്രെയിൻ വന്ന് നിന്നത്. അന്ന് ആ ട്രെയിൻ നിർത്തിയില്ലായിരുന്നെങ്കിൽ ആകെ ഇവിടെ ഒരു കുരുതി നടന്നേനെ. കുറേ സമയം കാത്തു നിൽക്കണം. കാത്തിരിപ്പ് കഴിഞ്ഞാലോ 4 വശത്തു നിന്നും വാഹനങ്ങൾ. നല്ല പേടിയുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ അറിയത്തില്ല. വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പാടാണ്. ഭയങ്കര ദ്രോഹം തന്നെയാണിത്. ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇത് തന്നെ. നിങ്ങൾ കാണുന്നില്ലേ, കുത്തിക്കയറ്റി ഒരു സൈഡിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്ന് വണ്ടി പാസ് ചെയ്ത് പോകും. ഇതിപ്പോൾ തുറക്കുമ്പോൾ എങ്ങനെ വണ്ടി പോകുന്നത്? പരിഹാരത്തെപ്പറ്റി ചോദിച്ചാൽ നാട്ടുകാർ വാചാലരാകും. ഈ രാവിലെയും വൈകുന്നേരം, അതായത് 5 മണിക്ക് ശേഷവും രാവിലെ ഒരു 9 മണി വരെയും ആ സമയത്ത് 2 പോലീസുകാരെ നിർത്തി ഈ ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുക്കണം. മേൽപ്പാലം തന്നെ സാർ, നല്ല വേറെ ഒരു വഴിയില്ല, മാർഗവുമില്ല. കൂട്ടിക്കടയിൽ മേൽപ്പാല നിർമ്മാണത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഇരവിപുരം MLA നൌഷാദ് അറിയിച്ചു. എന്തായാലും പരിഹാരം യാഥാർത്ഥ്യമാകും വരെ കൂട്ടിക്കട റെയിൽവേ ഗേറ്റിന് മുന്നിൽ അപകടം പിടിച്ച സർക്കസ് തുടരും. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജീനാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.